uncle. Hi, Jaya. Good evening. Good evening, uncle. പെൺകുട്ടികളുടെ വളർച്ച ദിവസം തോറുവാണെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ നിന്റെ വളർച്ച നിമിഷം തോറുവാ. ഓരോ നിമിഷം കഴിയും തോറും നീ കൂടുതൽ സുന്ദരിയായിട്ട് വരിക. എന്താ ഇതിന്റെ ഒരു രഹസ്യം? ഈ അങ്കിൾ എപ്പോഴും എന്നെ കളിയാക്കും. അയ്യോ അല്ല, മേനകയെ കണ്ടപ്പോ വിശ്വാമിത്രന്റെ തപസ്സിളകി എന്ന് പറയുന്ന കഥ കള്ളക്കഥയൊന്നുമല്ല. അല്ലെങ്കിൽ വല്ല കല്ലോമരമൊക്കെ ആയിരിക്കണം. ഞാനൊന്നും അങ്ങനെ അല്ലല്ലോ, ചോരത്തിളപ്പുള്ള ഒരു യുവാവല്ലേ. മാത്രമല്ല അങ്കിൾ കാണാൻ നല്ല സുന്ദരനാണ്. ആണോ? ആ, ആര് കണ്ടാലും ഒന്ന് നോക്കി പോകും. ഈ സൗന്ദര്യത്തിലൊന്നും ഒരർത്ഥമില്ല കുട്ടി. ഒരു 10 വർഷം കഴിയുമ്പോ എനിക്ക് 40 വയസ്സാകും, നിനക്ക് 25 വയസ്സാകും. എന്ന് വെച്ചാൽ ജീവിതത്തിലെ സുവർണ കാലം നമ്മളെ വിട്ടു പോകുന്നു എന്നർത്ഥം. അത് വെറുതെ പാഴാക്കി കളയണോ? ഞാൻ പാഴാക്കില്ല. അപ്പൊ പിന്നെ എന്നെ ഒറ്റപ്പെടുത്താണോ? ഇല്ല, അങ്കിളും കൂട്ടാം. പോട്ടെ അങ്കിൾ. അങ്ങനെ അങ്ങ് പോയാലോ? ജയ ഇതുവരെ എന്റെ വീട്ടിൽ വന്നിട്ടില്ലോ. വന്നാ ഒരു കാപ്പിയെ കുടിച്ചിട്ട് പോവാം. ഇന്നില്ല, ഇനി ഒരിക്കൽ വരാം. മതി, ധൃതിയില്ല. ഞാൻ ജയക്കൊരു സമ്മാനം തരുന്നുണ്ട്. എന്താ? ഒരു പച്ച മരതക കല്ല് വെച്ച സ്വർണ്ണ നെക്ലസ്. അയ്യോ, വീട്ടിലറിഞ്ഞ എന്നെ കൊന്നു കുഴിച്ചു മൂടും. അതിന് വീട്ടിലറിയണ്ടെന്നേ, അല്ലെങ്കിൽ റോൾഡ് ഗോൾഡ് ആണെന്ന് പറഞ്ഞാൽ മതി. എന്താ? ശരി. സാറേ, ഞാൻ പോട്ടെ അങ്കിൾ. ആ സാറേ, എടാ എന്താടാ, എന്ത് പറ്റി? നല്ല പണിയാ കാണിച്ചത്. എന്നെ ചെകുത്താന്റെ മുന്നിൽ പറഞ്ഞു വെച്ചിട്ട് സാർ ഇവിടെ വന്നെന്ന് സൊല്ല. ഞാൻ 3-3:30 മണി വരെ ഓഫീസിൽ കാത്തിരുന്നു. നീ എവിടെ പോയി കിടക്കായിരുന്നു? തടി കേടാവാതെ രക്ഷപ്പെട്ട എന്റെ അമ്മയുടെ ഭാഗ്യം. ഇല്ലെങ്കിൽ ആ പോലീസുകാരൻ നെഞ്ചത്തുകാരൻ ഇറങ്ങിയേനെ. എല്ലാം കൂടെ ആക്കിയോ? കുളം ആക്കിയതല്ല, ആയിപ്പോയി. ആ രേവതി പാവം 2 ദിവസം കൊണ്ട് ചടച്ചെല്ലും തോലും ആയിപ്പോയി. എല്ലാം വിസ്തരിച്ചു പറയാം. വാ.